CPM അഥവാ പ്രതിപക്ഷം വളരെ പിന്നിലാണ് എന്ന് പറയാതിരിക്കാനാവില്ല. ഇതിനേക്കാളും ശക്തമായിരുന്നു UDFന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പ്രതിപക്ഷം. പ്രതിപക്ഷ നിരയിൽ ഇപ്പോൾ ഭരണപക്ഷത്തോട് നേർക്കുനേർ സംസാരിക്കാൻ മിടുക്കുള്ളവർ കുറവാണ്. CPMന്റെ സമിതികളിലോ SFIയിലോ DYFIയിലോ ഒക്കെ പ്രവർത്തിച്ച കഴിവുള്ളവർ ഉണ്ട് എങ്കിലും നിയമസഭയ്ക്കകത്ത് വരുന്ന ഓരോ കാര്യത്തിനും അപ്പപ്പോൾ ഡാറ്റയും ചരിത്രവും ഒരുപോലെ ഉപയോഗപ്പെടുത്തി ഇടതു രാഷ്ട്രീയം ഓർമ്മിച്ചുകൊണ്ട് മറുപടി പറയേണ്ടി വരും. വെറുതെ ബഹളം വെച്ചിട്ടോ മൈതാന പ്രസംഗം നടത്തിയിട്ടോ കാര്യമില്ല. 102 അംഗങ്ങളുള്ള ഭരണപക്ഷത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പ്രതിപക്ഷത്തെപ്പറ്റി അവർ സർക്കാരിന്റെ കള്ളത്തരങ്ങൾ പൊളിക്കുന്നതായി ജനങ്ങൾക്ക് തോന്നണമെങ്കിൽ നിയമസഭയ്ക്കകത്ത് അഗ്രസീവായി പ്രവർത്തിക്കണം, പറയണം. ഈ കഴിഞ്ഞ ദിവസം സഭയ്ക്കകത്തുണ്ടായ ഹിറ്റ്ലർ സ്റ്റാലിൻ സന്ധി തർക്കം ഓർക്കുക. അങ്ങ് രണ്ടാം ലോക മഹായുദ്ധകാലത്തേക്കൊക്കെ പോയി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടൊരു വാചകം പറഞ്ഞു, സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷമായിരുന്നു, പിന്നീട് ബ്രിട്ടന്റെ കൂടെ കൂടിയെന്ന്. അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, 1939 സ്റ്റാലിൻ ഹിറ്റ്ലർ പാക്ട് ഉണ്ട്, അറിയാമോ? അന്ന് സോവിയറ്റ് യൂണിയൻ പറയുന്നത് നിങ്ങൾ കേൾക്കുള്ളൂ, സ്റ്റാലിൻ പറയുന്നത് കേൾക്കുള്ളൂ. കേരളത്തിൽ അങ്ങ് ചെറിയ പ്രായത്തിലായിരിക്കും, പക്ഷെ കേരളത്തില് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാര് സ്റ്റാലിൻ പറയണ കേൾക്കുള്ളൂ. സ്റ്റാലിൻ ഹിറ്റ്ലറുടെ കൂടെ ആണെങ്കിൽ ഹിറ്റ്ലറുടെ കൂടെ. പിന്നെ ഹിറ്റ്ലർക്ക് ഈ സ്ഥിരതയില്ലാത്തതുകൊണ്ട് അറിയാലോ, ഹിറ്റ്ലറുടെ സ്വഭാവം അറിയാലോ. 41 ആയപ്പോ ഹിറ്റ്ലർ കയറി റഷ്യ ആക്രമിച്ചു, മോസ്കോ ആക്രമിച്ചു. അതാണ് അപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷ നിലപാടല്ല, ഹിറ്റ്ലറുടെ കൂടെ ഉണ്ടായിരുന്ന നിലപാടും മാറ്റി നേരെ ഇപ്പുറത്ത് ഈ അലയൻസിന്റെ കൂടെ കൂടുന്നത്. അപ്പൊ നിങ്ങൾ മാറി, അത് കറക്റ്റാണ്. അപ്പൊ മാറി. സ്റ്റാലിൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ മാറാതിരിക്കാൻ പറ്റുമോ? അവിടെ മഴ പെയ്താൽ ഇവിടെ കുടപിടിച്ച് നടക്കുന്ന ആളല്ല. മോസ്കോയില് മഴ പെയ്താൽ തിരുവനന്തപുരത്ത് കുടപിടിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. അങ്ങതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ ഉദയം ചെയ്തിട്ട് കുറച്ചു കാലേ ആയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഒരാക്രമണം സോവിയറ്റ് യൂണിയന് നേരെ വന്നാൽ അത് പിടിച്ചു നിൽക്കാനുള്ള വിഷമം അന്ന് സോവിയറ്റ് യൂണിയനുണ്ട്. അത് കണ്ടുകൊണ്ടാണ് തൽക്കാലം ആക്രമണം വരാതിരിക്കണം. എന്നാൽ എന്ത് ചെയ്തു? ആക്രമണം വരുന്നാൽ അതിനെ തിരിച്ചടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ ആരംഭിച്ചു. അതിന്റെ ഭാഗമായി ഞാൻ പറഞ്ഞു തീർന്നുള്ളൂ. അതിന്റെ ഭാഗമായി ആ താൽക്കാലിക സന്ധി എന്തിനുപയോഗിച്ചു? സോവിയറ്റ് യൂണിയനെ അതിശക്തമായി ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നു. അങ്ങനെയാണ് ജർമ്മൻ സേന മോസ്കോവിന്റെ പടിവാതിൽക്ക് വരെ എത്തിയെങ്കിലും അവിടുത്തെ ചെമ്പടക്ക് അതിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്. ചരിത്രവും സാഹചര്യവും ഇഫക്റ്റീവായി പറഞ്ഞ് മുഖ്യമന്ത്രിയെ പൊളിക്കാൻ പ്രതിപക്ഷത്തിനായില്ല. എല്ലാം കഴിഞ്ഞ് ഫേസ്ബുക്കിൽ CPMന്റെ സൈബർ സേന ലേഖനമെഴുതിയിട്ട് എന്തു കാര്യം? ഇതൊക്കെ ഇങ്ങനെയാകും എന്നു തന്നെയാണ് 14 ജില്ലകളിലെയും CPM ഘടകങ്ങൾ ആശങ്കപ്പെട്ടത്. ആശങ്ക നേതൃത്വത്തിന് മനസ്സിലായില്ലെന്നു മാത്രം. ഞങ്ങളൊക്കെ ഞങ്ങളുടെ പദവിയിൽ തന്നെ തുടർന്നുകൊണ്ട് എന്തെങ്കിലും മാറ്റം താഴേക്ക് വേണമെങ്കിൽ വരുത്താം എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പരാജയം എല്ലാറ്റിന്റെയും അവസാനമായിട്ട് ഞങ്ങൾ കാണുന്നില്ലായിരുന്നു. 10 കൊല്ലം ഭരിച്ചിട്ടിറങ്ങിയപ്പോൾ ഭരിക്കപ്പെട്ട ജനങ്ങളോട് 4 വാചകം പറയാതിരുന്ന പിണറായി വിജയന് ഇപ്പോൾ CPMക്കാരെ ആവേശഭരിതരാക്കാനുള്ള ആയുധമൊന്നും കയ്യിലില്ല. മകളുടെ മാസപ്പടി വലിയ തെറ്റായിപ്പോയി പാർട്ടിയെ വെട്ടിലാക്കിയെന്ന് നേതാക്കളും അണികളും പറയുന്നു. കുറെ പാവം പ്രവർത്തകരെ ജയിലിലാക്കി ജീവിതം ദുഷ്കരമാക്കി എന്നല്ലാതെ CPMന് EDയെ തടയാനായില്ല. ശാരദാ ചിട്ടിത്തട്ടിപ്പും അധ്യാപക നിയമനവും ഉൾപ്പെടെ ബംഗാളിൽ മമതയും അഭിഷേകും നേരിടാൻ ഒരുപാട് കേസുകളുണ്ട്. ഇവിടെ മാസപ്പടിയിലും കരുവന്നൂരിലും തുടങ്ങിയിട്ടേയുള്ളൂ. കേസുകൾ ഇനിയും പല വഴി വന്നാൽ CPM കൂടുതൽ ക്ഷീണിക്കും. BJPക്ക് അത് വളമാവുകയും ചെയ്യും. കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന് 2026 സാക്ഷ്യം വഹിക്കുകയാണ്. CPMനെ വളർത്തിയ പിണറായി വിജയൻ അതേ CPMനെ വീഴ്ത്തിയ ചരിത്രം കൂടിയായി അത് മാറുകയും ചെയ്യുന്നു. EP ജയരാജനും P ജയരാജനും PK ശ്രീമതിയും AK ബാലനും ഉൾപ്പെടെ പ്രായത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയ മുതിർന്നവരുണ്ട്. KN ബാലഗോപാലും P രാജീവും MB രാജേഷും AN ഷംസീറും ഉൾപ്പെടെ രണ്ടാം നിര നേതാക്കളുണ്ട്. അതിനു താഴെ മുഹമ്മദ് റിയാസും M സ്വരാജും ജയിക്ക് വരെ ആളുകൾ ഉള്ള മധ്യനിരയുണ്ട്. അതിനു താഴെ യുവനിരയുണ്ട്.
ആരായിരിക്കും പിണറായി വിജയന്റെ പിൻഗാമി? ആരായിരിക്കും എന്ന് ആ പാർട്ടിയിലുള്ള ഒരാൾക്കും അറിയില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ഒരാളെ ഉയർന്നു വരാൻ പിണറായി വിജയനോ MV ഗോവിന്ദനോ ഉൾപ്പെടെയുള്ള നേതാക്കൾ സമ്മതിച്ചിട്ടുമില്ല. യഥാർത്ഥത്തിൽ കോടിയേരിയുടെ മരണത്തിനു ശേഷം CPM-ൽ ഉണ്ടായ നേതൃമാറ്റവും നേതാക്കളും എല്ലാം പിണറായി വിജയന്റെ സൃഷ്ടികളാണ്. പിണറായി വിജയന് വേണ്ടപ്പെട്ടവരെ നിയമിക്കാനായി മാത്രമുണ്ടാക്കിയ ഇളവുകളും ഇളവില്ലായ്മകളുമാണ്. ഈ തിരുത്തൽ അത്തരം ധാരണകൾ മാറ്റിമറിക്കുന്നതായിരിക്കുമോ? പിണറായി വിജയന് പകരം മറ്റൊരാൾ വന്നാൽ ഈ പാർട്ടിയിലെ വിവിധ സ്വഭാവവും വിവിധ താൽപര്യവുമുള്ള നേതാക്കളെ ഒന്നിച്ചു നിർത്താൻ കഴിയുമോ? കാരണം CPM-ന് ഇപ്പോൾ ആശയത്തിന്റെ വ്യക്തമായ അടിത്തറയില്ല. അത് ഇടതുപക്ഷത്തുമല്ല. അതുകൊണ്ട് തന്നെ CPM-നെ കാത്തിരിക്കുന്നത് ചെറിയ വെല്ലുവിളികളല്ല എന്ന് പറയണം. ഇത്രകാലം ഈ പാർട്ടിയെ ഇങ്ങനെ കൊണ്ടു നടന്ന പിണറായി വിജയൻ തന്നെ ഈ പാർട്ടിയെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്തിച്ചു എന്നതാണ് അതിന്റെ വൈരുദ്ധ്യം.